വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത. എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ, സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ടമൊരുക്കി CN ടയേഴ്സ്. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. വീട്ടുമുറ്റത്തെ കൃഷിയിടത്തിൽ മഴവിൽ ചോളം കൃഷിയൊരുക്കി വീട്ടമ്മ. എടവണ്ണ പത്തപ്പിരിയത്താണ് റൈഹാനത്തിന്റെ കൃഷിയിടം. ചോളം വിളവെടുപ്പ് കാലമാണ് ഇവിടെ ഇപ്പോൾ. ഓരോ കുലയും വർണ്ണക്കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. പത്തപ്പിരിയം നവോദയ സ്റ്റേഡിയത്തിന് സമീപം പനനിലത്ത് റൈഹാനത്തിൻ്റെ വീട്ടുമുറ്റത്തെ കൃഷിയിടത്തിലാണ് മഴവിൽ ചോളം കൃഷി ചെയ്തത്. 6 മാസം മുമ്പ് വാങ്ങിയ വിത്ത് മുളപ്പിച്ച് ആദ്യ കൃഷി പരീക്ഷണത്തിൽ തന്നെ റൈഹാനത്തിന് നല്ല വിളവ് ലഭിച്ചു. സമൂഹ മാധ്യമ കൂട്ടായ്മ മുഖേന 6 മാസം മുമ്പാണ് ഇതിൻ്റെ വിത്ത് സംഘടിപ്പിച്ചത്. ഒരു കുലയിൽ തന്നെ വിവിധ നിറങ്ങളിലുള്ള ധാന്യമണികളാണ് ഈ ചോളത്തിൻ്റെ പ്രത്യേകത. 3 മാസം കൊണ്ട് വിളവെടുക്കാനായെന്നും വളം ചെയ്ത് നന്നായി പരിചരണം നൽകിയാലേ വൈവിധ്യമാർന്ന നിറവും വിളവും നൽകൂ എന്നും റൈഹാനത്ത് പറഞ്ഞു. ഈ കളറ് നമ്മളിപ്പോ ചുവപ്പ് വിത്തിട്ടോ, എന്നാ അടുത്തതില് ചുവപ്പ് വിത്തല്ല, പിന്നെ ചുവപ്പ് ചോളം ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം ഈ വർണ്ണങ്ങളൊക്കെ കാണുമ്പോ എല്ലാരും എന്നോട് വിത്ത് ചോദിക്കാറുണ്ട്. അപ്പം ഈ കളറുകളെ ഭംഗി കാണുമ്പോഴാണ് എല്ലാവരും ചോദിക്കണത്. പക്ഷെ എല്ലാവർക്കും ഈ വിത്ത് കിട്ടിയ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കിട്ടും. ജമ്പിങ് ജീൻസ് എന്നൊരു ഇതാണ് ഈ വിത്തുകളെ ഇങ്ങനെ മാറ്റി മറിക്കണത്. പിന്നെ ഇത് ഏതിലേക്ക് മാറുന്ന നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇതിൽ നിന്ന് ഏത് വിത്തിട്ടാലും ഏത് കളറിലേക്ക് മാറി വരുന്ന നമുക്ക് അങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു മിറാക്കിള് തന്നെ പറയാം. അത്രയും ഭംഗിയുള്ള ഒരു കാര്യമാണ് ഇതിൽ നടക്കുന്നത്. പച്ചയിലാവുമ്പോ നമുക്ക് ചുട്ട് കഴിക്കുക, സാലഡുകളിൽ ഉപയോഗിക്കുക. കളർഫുൾ സാലഡുകൾ നല്ല ഭംഗിയാണല്ലോ, സാലഡിലേക്ക് കളർഫുൾ. വിത്തിനായി ആവശ്യക്കാർ ഏറെയാണ്. പോഷണ കലവറ കൂടിയാണ് മഴവിൽ ചോളം. ഒരു നിറത്തിലെ വിത്ത് തെരഞ്ഞെടുത്ത് കൃഷി ചെയ്താൽ അതേ നിറം ലഭിക്കണമെന്നില്ല, മറ്റു പല നിറങ്ങളുമാകാം. 150ഓളം തൈകളാണ് ഇപ്പോഴുള്ളത്. ഭക്ഷണത്തിനുതകുമെങ്കിലും അലങ്കാരത്തിന്റെ ഭാഗമായാണ് പലരും ഇതിനെ കാണുന്നത്. പുഴുങ്ങിയും വറുത്തെടുത്ത പോപ്കോണായും ഉപയോഗിക്കാം, ധാന്യപ്പൊടിയായും സൂക്ഷിക്കാം. ഓരോ സമയത്തും പ്രത്യേകതകളുള്ള ഒരു വിളവെങ്കിലും കൃഷി ചെയ്യുന്നത് റൈഹാനത്തിൻ്റെയും പ്രത്യേകതയാണ്. ചീര, മുളക്, ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക് തുടങ്ങിയവയുമുണ്ട്. വീട്ടുപരിസരത്തെ 10 സെന്റ് സ്ഥലമാണ് കൃഷിയിടം. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. 916 സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.